ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 10-11 ഇപ്രകാരം നാം കാണുന്നു. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നാം വിചിന്തനം ചെയ്യുന്നത് ലോകത്തെ മാറ്റിമറിച്ച ഒരു അത്ഭുതം, ഉണ്ണിയേശുവിൻ്റെ ജനനം. ആ ദിവസം സ്വർഗം ഭൂമിയിൽ സ്പർശിച്ച ദിനമായിരുന്നു. ഒരു ചെറിയ ഹൃദയസ്പർശിയായ കഥ എൻ്റെ ഓർമ്മയിൽ വരുന്നു. ഒരു ഗ്രാമത്തിൽ ആരോൺ എന്ന പേരുള്ള ഒരു ചെറിയ ബാലൻ ഉണ്ടായിരുന്നു. ക്രിസ്മസ് അടുത്തപ്പോൾ എല്ലാവരും നക്ഷത്രങ്ങൾ, ലൈറ്റുകൾ, സമ്മാനങ്ങൾ എല്ലാം ഒരുക്കി തിരക്കിട്ടിരുന്നു. പക്ഷേ ആരോണിന് ഒരു വിഷമം. അവൻ്റെ കുടുംബത്തിന് ക്രിസ്മസ് സമ്മാനങ്ങൾ വാങ്ങാൻ പോലും പണമില്ലായിരുന്നു. ഒരു ദിവസം ആരോൺ ദേവാലയത്തിലേക്ക് പോയി. അവിടെ ക്രിസ്മസ് ക്രിബിൽ ഉണ്ണിയേശു കിടക്കുന്നത് കണ്ടു. അവൻ പറഞ്ഞു, യേശുവേ, എനിക്ക് നിനക്കൊന്നും തരാൻ പറ്റുന്നില്ല, പക്ഷേ എനിക്ക് എന്തെങ്കിലും തരണമെന്ന് ആഗ്രഹമുണ്ട്. അവൻ കുറച്ചു നേരം ചിന്തിച്ചു. പണമില്ല, കളിപ്പാട്ടമില്ല, പക്ഷേ ഒരു കാര്യമുണ്ടായിരുന്നു, അവൻ്റെ ഹൃദയം. അവൻ ഒരു ചെറിയ പേപ്പറിൽ ഇങ്ങനെ എഴുതിയിരുന്നു, യേശുവേ, ഓരോ ദിവസവും ഒരു നന്മ പ്രവൃത്തി ചെയ്യാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. അവൻ ആ ചീട്ട് ക്രിബിൽ വെച്ചു. അന്നു മുതൽ ആരോൺ ഓരോ ദിവസവും ഒരാളുടെ ചിരി തിരികെ കൊണ്ടുവരുവാൻ ശ്രമിച്ചു. ഒരിക്കൽ ഒരു വയോധികയെ റോഡ് കടത്തുവാൻ സഹായിച്ചു. സുഹൃത്തിന് തൻ്റെ ഉച്ചഭക്ഷണം പങ്കുവച്ചു. സ്കൂളിൽ ഒരു കുട്ടി കരഞ്ഞു നിൽക്കുമ്പോൾ അവനൊപ്പം നിന്നു. മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഗ്രാമത്തിലെ ആളുകൾ പറഞ്ഞു, ക്രിസ്മസിൻ്റെ സന്തോഷം മുഴുവൻ വർഷവും ഈ കുട്ടി കൊണ്ടു നടക്കുന്നു. ഉണ്ണിയേശു ആരോണിന് ഒരു വലിയ സമ്മാനം തന്നിരുന്നു, അതായത് സ്നേഹമുള്ള ഒരു ഹൃദയം. പ്രിയ കുട്ടികളെ, യേശു ജനിച്ചത് ഒരു വലിയ കൊട്ടാരത്തിലല്ല, ഒരു ചെറിയ പുൽത്തൊട്ടിയിൽ. ഇത് നമ്മോട് പറയുന്നത്, നിന്റെ ഹൃദയം എത്ര ചെറുതായാലും ഞാൻ അതിൽ ജനിക്കുമെന്നാണ്. പുണ്യസ്മരണാർഹനായ ഫ്രാൻസിസ് പാപ്പ പറയുന്നു, ക്രിസ്മസ് എന്നത് ദൈവസ്നേഹം കൈകൊണ്ട് തൊടാൻ കഴിയുന്ന ദിനമാണ്. ഈ ക്രിസ്മസിൽ നിങ്ങളുടെ ഏറ്റവും വലിയ സമ്മാനം ഒരു വലിയ കളിപ്പാവയല്ല, ഒരു വലിയ കേക്കുമല്ല, നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ ഒരു ചിരി, ഒരു നല്ല വാക്ക്, ഒരു ചെറിയ സഹായം, ഒരു ഹൃദയസ്പർശിയായ പ്രാർത്ഥന, അതാണ് യേശു ഏറ്റവും ഇഷ്ടപ്പെടുന്ന സമ്മാനം. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതം ഒരു നക്ഷത്രമാകട്ടെ, ഇരുട്ടിൽ വഴി കാണിക്കുന്ന ഒരു ബെത്ലഹേം നക്ഷത്രം. ഉണ്ണിയേശു നിങ്ങളുടെ ഹൃദയത്തിൽ ഇന്ന് ജനിക്കട്ടെ. അവൻ്റെ സമാധാനം, ദയ, സന്തോഷം നിങ്ങളിലും നിങ്ങളുടെ കുടുംബങ്ങളിലും നിറഞ്ഞൊഴുകട്ടെ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ.